ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു റൂം ടൂർ. ഗൈസ്, ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് നമ്മളെ ദുബായിലെ ബെഡ് സ്പേസിനെ കുറിച്ചാണ്. നോർമൽ ബെഡ് സ്പേസ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, പക്ഷേ ഇത് കുറച്ച് ഡിഫറെൻ്റ് ആണ്, കുറച്ച് ഡിഫറെൻ്റാണ്. ഇവിടെ ടോട്ടൽ ഒരു 4 ബങ്കറിലായിട്ട് 8 പേര് കിടക്കാനുള്ള ബെഡ് ഉണ്ട്. അതിൽ 2 പേരില്ല, ഇവിടെ ഇല്ല. പിന്നെ മേലെ അപ്പറായിട്ട് ഇതിവിടെ ഇല്ല. അപ്പോൾ ഇയാൾ പ്രധാനപ്പെട്ട ആളാണ്. ഇയാൾ ട്രിവാൻഡ്രക്കാരനാണ്. പുള്ളി എന്താകും, ഡ്രസ്സൊക്കെ അലക്കി വെച്ചിട്ട് എല്ലാ ഡ്രസ്സും മേലെ ഇടും, അല്ലെങ്കിൽ ഈ ചെയറിലിടും, അല്ലെങ്കിൽ ഇവിടെ ഇരിക്കും, അല്ലെങ്കിൽ മേലെ ഇരിക്കും. മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ പുള്ളിയുടെ ഡ്രസ്സ് മാത്രമായിരിക്കും. അപ്പോൾ കബോർഡ് ഇല്ലേ എന്ന് ചോദിക്കുന്ന ആൾക്ക് പുള്ളിയുടെ കബോർഡാണിത്. പുള്ളിയുടെ കബോർഡ് ഡിഫറെൻ്റ് ആണ്. ഈ കബോർഡിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നോക്കിയേ, ഹോട്ട് സോസ്, ഗ്ലാസ്, കെച്ചപ്പ് ഒക്കെയാണ്. പിന്നെ വേറെ തേങ്ങയുണ്ട്, പച്ചമുളക്, വെണ്ടക്ക, സോക്സും കാര്യങ്ങളൊക്കെ. പിന്നെ താഴെ നോക്കുകയാണെങ്കിൽ അതേപോലെ തന്നെ അച്ചാറും കാര്യങ്ങളൊക്കെ. പുള്ളി ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. ഇതുപോലെ നിങ്ങൾ മനുഷ്യനെ കാണൂല, നിങ്ങൾക്ക് കിട്ടൂല. പലതരം ആൾക്കാരൊക്കെ കിട്ടിയിട്ടുണ്ടാവും കൂർക്കം വലിക്കുന്ന കാര്യങ്ങളൊക്കെ. പുള്ളി ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു 8 മണിക്ക് ഓഫീസിൽ നിന്ന് എത്തിക്കഴിഞ്ഞാൽ പുള്ളി എന്താക്കും, ഒരു 2-3 മണിക്കൂർ പുറത്തേക്ക് കറങ്ങി വന്നിട്ട് രാത്രി ലൈറ്റെല്ലാം ഓഫാക്കിയതിന് ശേഷം എന്താവും, പുള്ളിക്ക് തോന്നും ഇന്ന് മടക്കി വെക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് ഡ്രസ്സൊക്കെ മടക്കി വെക്കാൻ തുടങ്ങും. പുള്ളി മടക്കിയൊക്കെ വെച്ചിട്ട് കിടന്നുറങ്ങും. എന്നിട്ട് പിറ്റേ ദിവസം എല്ലാം മൊത്തത്തിൽ വലിച്ച് മേലേടും, വീണ്ടും മടക്കും, വീണ്ടും മേലേടും, വീണ്ടും മടക്കും. ഇതൊക്കെയാണ് പുള്ളിയുടെ ഹോബി എന്ന് പറയുന്നത്. വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്.